ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുമ്പളങ്ങ പച്ചടി റെസിപ്പിയാണ് കേട്ടോ. എളുപ്പമാണ് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചട്ടിയിലേക്ക് അല്പം കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ അല്പം വെള്ളവും ഉപ്പും കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇത് വെന്ത് വരുന്ന ടൈമിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അല്പം തേങ്ങയിൽ വലിയ ജീരകവും കടുകും അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നല്ല കട്ടിക്ക് അരച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനി നമുക്കിത് വെന്ത് വന്ന കുമ്പളങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അല്പം വെള്ളം പോലെ ഉണ്ട്. ഇത് നമുക്ക് കുറുക്കിയെടുക്കണം കേട്ടോ. കാരണം സദ്യക്ക് നമ്മൾ വിളമ്പുമ്പോൾ എല്ലാം ഒരു കുറുകിയ പരുവത്തിലാണ് നമ്മൾ വിളമ്പുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മളിത് ഇലയിലേക്ക് ഒഴിക്കുമ്പോഴേക്കും അതിങ്ങനെ ഒഴുകി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം മാക്സിമം വറ്റിച്ചെടുക്കാം. ഇത് പറ്റുന്ന ടൈമിൽ നമ്മൾ തൈരൊന്ന് റെഡിയാക്കി എടുക്കാറുണ്ട്. അതായത് നമ്മൾ തൈരൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അല്പം കട്ടയായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് സ്പൂൺ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ആ പരുവത്തിൽ വേണം നമ്മളിതിനെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാൻ. ഈ ടൈം ആയപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഉപ്പൊന്ന് നോക്കണം കേട്ടോ. വെള്ളം വറ്റി കഴിഞ്ഞപ്പോഴേക്കും കുമ്പളങ്ങ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കാം. അതിനായിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി അല്പം വെളിച്ചെണ്ണയിൽ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. നമ്മുടെ കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഈസി റെസിപ്പിയാണ്. സദ്യയിൽ ഇതും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ്. അതുപോലെ 2 വേറെ സദ്യ സ്പെഷ്യൽ ഐറ്റം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബീട്രൂട്ട് പച്ചടിയും പുളിഞ്ചിയും ആയിരുന്നു. അപ്പോൾ അത് രണ്ടും കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് എടുത്ത് കാണാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്